blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഈ സമയത്ത് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, പള്ളുരുത്തിൽ നിന്നുള്ള PD സാബൂറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ വെഡിങ് ആനിവേഴ്സറിയും തൻ്റെ മകൻ മൃദുലിൻ്റെ ബർത്ത്ഡേയും ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നില്ല കർത്താവെ. താങ്ക് യു ജീസസ്. ഹാപ്പി ആനിവേഴ്സറി ആൻഡ് ഹാപ്പി ബർത്ത്ഡേ. കർത്താവെ, ഞങ്ങൾ ചേർന്ന് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. മകൾ വിസ്മയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ക്യാരക്ടറിൽ വലിയ ഒരു ചേഞ്ചും വലിയൊരു അനുഗ്രഹവും കർത്താവ് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മൃദുലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡിസംബറിൽ നടക്കുന്ന CAT എക്സാം നല്ല മാർക്കോടെ പാസ്സാകാൻ കർത്താവെ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ആലുവിൽ നിന്നുള്ള ഗീവർഗീസ് വർക്കിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൻ ജെയിംസിൻ്റെ ബർത്ത്ഡേ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. ഹാപ്പി ബർത്ത്ഡേ ജെയിംസ്. കർത്താവെ, തന്നെ ഈ സമയത്ത് അനുഗ്രഹിക്കുന്നു. തൻ്റെ ജന്മദിനത്തെയും തുടർന്നുള്ള വർഷങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഇളയ മകൻ കർത്താവെ ജെയിംസിൻ്റെ ജീവിതത്തിൽ കർത്താവ് നൽകിയ ആ വലിയ രോഗസൗഖ്യത്തിന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. സ്വന്തമായൊരു ഭവനം നൽകി കർത്താവ് ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴഞ്ചേരി നവംബർ 25 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. IPC പെരിയൽ ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം, കോഴഞ്ചേരി. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു ദ ഹിസ്റ്ററി മേക്കേഴ്സ് റീജിയണൽ യൂത്ത് കോൺഫറൻസ് 2016. ഡിസംബർ 10 ശനിയാഴ്ച. ലയൺസ് ക്ലബ് ഹാൾ, രാമൻചിറ, തിരുവല്ല. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 3:30 വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details, 8111996001. Abraham and Mrs. Abraham, they അബ്രഹാമും had no children. സാറയ്ക്ക് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. So one day God came. ഒരിക്കൽ ദൈവം വന്നു. They started talking. സംസാരിക്കാൻ തുടങ്ങി. In between God said, Abraham, അതിനിടയിൽ ദൈവം പറഞ്ഞു, അബ്രഹാമേ, come out. നീ പുറത്തേക്ക് വരിക. Come out of your tent. നിന്റെ കൂടാരത്തിൽ നിന്ന് വെളിയിൽ വരിക. So thus far, when he was lying down, he was looking above and he was seeing the inside portion of the tent. അതിനു മുൻപ് തൻ്റെ കൂടാരത്തിൽ താൻ വിശ്രമിക്കുമ്പോൾ, കിടക്കുമ്പോൾ താൻ എപ്പോഴും താൻ മുകളിൽ കാണുന്നത് തൻ്റെ കൂടാരത്തിൻ്റെ അടിഭാഗമാണ് കാണുന്നത്. Mrs. Abraham always will say, Master, we don't have children. സാറ എപ്പോഴും പറയും, യജമാനനെ നമുക്ക് കുഞ്ഞുങ്ങളില്ലല്ലോ. The Bible says Mrs. Abraham used to call him master. വചനം പറയുന്നു, മിസ്സസ് എബ്രഹാം, അതായത് സാറ അബ്രഹാമിനെ യജമാനനെ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അവറാച്ചാന്നല്ല വിളിച്ചത്, ചേട്ടാന്നല്ല വിളിച്ചത്, എടോന്നല്ല വിളിച്ചത്. എന്താ വിളിച്ചത്? മാസ്റ്റർ, മാസ്റ്റർ. Every day she used to say. എല്ലാ ദിവസവും അവൾ ഇത് ചെയ്യും. So always there was an emptiness. എപ്പോഴും അവിടെ ഒരു ശൂന്യത ഉണ്ടായിരുന്നു. So God said, come out. ദൈവം പറഞ്ഞു, വെളിയിൽ വരിക. Okay, he came out. അവൻ വെളിയിലേക്ക് വന്നു. God said, look up. നീ മുകളിലേക്ക് നോക്കൂ. He looked up. അവൻ മുകളിലേക്ക് നോക്കി. God asked him, what do you see? ദൈവം അവനോട് ചോദിച്ചു, നീ എന്താണ് കാണുന്നത്? He said, stars. നക്ഷത്രങ്ങൾ. Tingle, tingle, little star. മിന്നുന്ന നക്ഷത്രങ്ങളെ കാണുന്നു. Then God said, count the number of stars. നീ ആ നക്ഷത്രങ്ങളെ എണ്ണുക. He started counting. അവൻ എണ്ണുവാൻ തുടങ്ങി. He lost it. Again started, lost the counting.
Again started, lost the count. Finally he said, തോറ്റു കർത്താവേ, I can't. അവൻ ഇങ്ങനെ നക്ഷത്രങ്ങളെല്ലാം തുടങ്ങി, ഇടയ്ക്ക് വെച്ച് എണ്ണ നഷ്ടപ്പെടുന്നു, വീണ്ടും എണ്ണുന്നു, എണ്ണ നഷ്ടപ്പെടുന്നു. അവസാനം പറഞ്ഞു, കർത്താവേ തോറ്റു. Then God said, അപ്പോൾ കർത്താവ് പറഞ്ഞു, Abraham, അബ്രഹാമേ, you are going to have children just like you see the stars in the sky. നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ കണ്ടതുപോലെ ഞാൻ നിനക്ക് സന്തതികളെ തരാൻ പോവുകയാണ്. Wow, he was excited. ഓ, അവൻ അതിശയമായി. So far in the tent there is no laughter, there is no cheering, there is no playing, there are no games, nothing. ഇതുവരെ ആ കൂടാരത്തിനകത്ത് സന്തോഷമില്ല, കളിച്ചിരിയില്ല, ഒരു ഉത്സാഹമില്ല. So everything is going to change. ഓ, ഇതെല്ലാം മാറി മറിയാൻ പോവുകയാണ്. Yes, Lord, I am so old. കർത്താവേ, ഞാൻ വൃദ്ധനായിരിക്കുന്നു. How can I have children? എനിക്ക് എങ്ങനെ ഇനി കുട്ടികൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും? But there are some others I will have. That's enough, Lord. മറ്റു Don't ചിലർ take this. വീട്ടിലുണ്ടല്ലോ, അതൊക്കെ മതി കർത്താവേ. No. From your bodies, from your loins, you are going to have your own children. എന്നാൽ കർത്താവ് പറഞ്ഞു, അല്ല, നിന്നിൽ നിന്ന് തന്നെ നിന്റെ സ്വന്തം പുത്രൻ ജനിക്കാൻ പോവുകയാണ്. Suddenly something happened. ഓ, അപ്പോൾ തന്നെ ചിലത് സംഭവിച്ചു. Not in the tent, ടെന്റിന്റെ അകത്തല്ല, but here. ഇവിടെ. What was it? എന്തായിരുന്നു? A mental barrier was taken away. ആ മാനസിക തടസ്സം എടുത്തു മാറ്റപ്പെട്ടു. That unbelief was taken away. അവന്റെ അവിശ്വാസം എടുത്ത് എറിയപ്പെട്ടു. Limitedness was taken away. ആ പരിധികൾ എടുത്ത് മാറ്റപ്പെട്ടു. Hallelujah. ഹല്ലേലൂയ. From that time he was a right candidate to have children. ആ നിമിഷം മുതൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനുള്ള യഥാർത്ഥ ഒരു വ്യക്തിയായി അവൻ The മാറി. Holy Spirit is saying പരിശുദ്ധാത്മാവ് പറയുന്നു, to all his children, തന്റെ സകല മക്കളോട് പറയുകയാണ്, if you are ready to take away the mental barriers, I can bless you without any limit. നിങ്ങളുടെ മാനസിക തടസ്സങ്ങളെ എടുത്തു നീക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പരിധികളില്ലാതെ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. വിശ്വസിക്കുന്നവർ മാത്രം കൈയടിച്ച് ശക്തിയോടെ വായ് പൊളിച്ച് തുറന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുക. Let us break every mental barrier today. എല്ലാ മാനസിക തടസ്സങ്ങളും മാറിപ്പോകട്ടെ. Hallelujah. ഹല്ലേലൂയ. Many times what happens with us is that we set too low standards for our lives. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്, നമ്മൾ നമുക്ക് വേണ്ടി തന്നെ വളരെ താഴ്ന്ന നിലവാരത്തിലെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി നമ്മൾ വെക്കുന്നത്. Because God has a very broad big mind. കാരണം ദൈവത്തിന് വലിയ ചിന്താഗതികൾ, വികാസം പ്രാപിച്ച ചിന്താഗതികളാണ് നമ്മെ Not കുറിച്ചുള്ളത്. only that, he has bigger, greater plans for us. മാത്രമല്ല നമ്മളെ കുറിച്ച് വലിയ പദ്ധതികളാണ് അവനുള്ളത്. When Jesus visited a place called Capernaum യേശു കഫർനഹൂമിൽ സന്ദർശിച്ചപ്പോൾ and some other places, മറ്റു ചില പട്ടണങ്ങളും, the Bible says Jesus could not perform many miracles there. ചില പട്ടണങ്ങളിൽ കർത്താവിന് അധികം അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞില്ല. In our terms, if we put it like that, we can say that some of Jesus' meetings were a flop. നമ്മളുടെ ഭാഷയിലേക്ക് ഇന്നത്തെ രീതിയിലേക്ക് കൊണ്ടുവന്നാൽ യേശുവിൻ്റെ ചില മീറ്റിങ്ങുകൾ പരാജയപ്പെട്ടു, ചീറ്റിപ്പോയി. No big crowds, വലിയ ജനക്കൂട്ടമില്ല, no big miracles, no big testimonies, വലിയ അത്ഭുതങ്ങൾ നടക്കുന്നില്ല, no സാക്ഷ്യങ്ങൾ exciting കേൾക്കുന്നില്ല, miracles today. വലിയ ആവേശകരമായ അത്ഭുതമില്ല. In some areas, ചില ഈ സ്ഥലങ്ങളിൽ മാത്രം. then the reason is given there. അവിടെ അതിന്റെ കാരണം നൽകിയിട്ടുണ്ട്. Listen to this. കേൾക്കുക, Okay? ശ്രദ്ധിച്ചു കേൾക്കുക. Because of their unbelief, Jesus could not do many miracles there. അവരുടെ അവിശ്വാസം മുഖാന്തിരം കർത്താവായ യേശുവിന് അവിടെ അധികം അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല. Brother Damien is screaming and saying, Jesus is going to open new ways for you. ഇവിടെ ഇതാ ബ്രദർ ഡാമിയൻ വലിയ വായിൽ പ്രസംഗിക്കുകയാണ്, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ ഒരു വാതിൽ തുറക്കാൻ പോകുന്നു. But there is a barrier here. പക്ഷെ ഒരാൾ ഇവിടെ മനസ്സിൽ What ചിന്തിക്കുന്നു, goes down, okay, that may be correct for him. അത് പുള്ളിക്കാരനത് കറക്റ്റ് ആയിരിക്കും, That may be correct for him. ഇപ്പുറത്തിരിക്കുന്നവൻ അത് കറക്റ്റ് ആയിരിക്കും. But for me, ഈ ഗതി കെട്ടവൻ ഇങ്ങനെ തന്നെ ചാത്തുകൊള്ളു. എൻ്റെ കാര്യം കട്ടപ്പുക. ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ച് മരിക്കുക. എത്ര ഇവിടെ വരാൻ തുടങ്ങി, എത്ര സ്വത്ര കാഴ്ച കൊടുത്തു, എത്ര ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡ് സ്പോൺസർ ചെയ്തു, പ്രേ ഡയറി മൊത്തം എഴുതി, രണ്ടാമത്തെ പ്രേ ഡയറി എഴുതി. Nothing is happening to me. എനിക്കൊന്നും മാറ്റമില്ല. That is the block here. അതാണ് തടസ്സം. Are you willing to take away that barrier today?
ആ മാനസിക തടസ്സം എടുത്തു മാറ്റുവാൻ നിങ്ങൾ തയ്യാറാണോ? Abraham was ready അബ്രഹാം അതിന് to തയ്യാറായിരുന്നു. take away the mental barrier. ആ മാനസിക തടസ്സം എടുത്തു He മാറ്റുവാൻ expanded his imagination. അവന്റെ സങ്കല്പങ്ങളെ അവൻ വികസിപ്പിച്ചു. Expanded his expectations. അവന്റെ പ്രതീക്ഷകളെ അവൻ He വലുതാക്കി. expanded his dreams. അവന്റെ സ്വപ്നങ്ങളെ അവൻ വലുതാക്കി. Then God said, കർത്താവ് പറഞ്ഞു, I'll come back next year. ഞാൻ അടുത്ത വർഷം നിന്നെ സന്ദർശിക്കാം. Hallelujah. ഹല്ലേലൂയ. So in that 1 year time, ആ ഒരു വർഷ സമയം he was mature enough, ripe enough, ready enough to receive Isaac, who brought laughter into the tent. അവരുടെ കൂടാരത്തിലേക്ക് ചിരി കൊണ്ടുവന്ന ആ ഇസഹാക്കിനെ സ്വീകരിക്കുവാനായി ആ ഒരു വർഷ കാലഘട്ടത്തിൽ അവൻ പ്രാപ്തനായി കൊണ്ടിരുന്നു. അവൻ അതിനുവേണ്ടി തന്നെ ഒരുക്കിക്കൊണ്ടിരുന്നു. Can you imagine a 100-year-old young man, a 90-year-old honeymoon bride, ഒന്ന് ചിന്തിക്കാമോ? a baby, 100 വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ, യുവാവ്, 90 വയസ്സുള്ള യുവതിക്ക് ഇതാ നല്ല ഒരു കുഞ്ഞ്. Hallelujah. ഹല്ലേലൂയ. What happened? അത് സംഭവിച്ചു. The mental barrier was taken away. അവന്റെ മാനസിക തടസ്സങ്ങൾ എടുത്തു Do you മാറ്റപ്പെട്ടു. want prosperity to come into your life? നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. Take away the poverty barrier. ആ ദാരിദ്ര്യത്തിന്റെ തടസ്സങ്ങൾ എടുത്തു മാറ്റുക. Think big. വലുതായി ചിന്തിക്കുക. Hallelujah. ഹല്ലേലൂയ. Declare everywhere that I have the richest daddy in the world. എല്ലായിടത്തും പ്രഖ്യാപിക്കുക, ഈ ലോകത്തിലെ ഏറ്റവും ധനാഢ്യനായ പിതാവാണ് എനിക്കുള്ളത്. Hallelujah. ഹല്ലേലൂയ. Instead, many people are complaining. My father, when he died, he gave nothing. Everything was given to my elder brother. ചില ആൾക്കാർ അതിന് പകരം പറയും, എന്റെ അപ്പൻ മരിച്ച സമയത്ത് അവർ അതിന് മുമ്പ് എന്റെ മൂത്ത ചേട്ടനാണ് എല്ലാം കൊടുത്തത്. അയ്യോ me. അയ്യോ എനിക്കൊന്നും കിട്ടിയില്ല. Poor me. അയ്യോ ഞാൻ പാവം. Write down number 1. ഒന്ന് എഴുതിയിടുക. The barrier exists only in your mind. നിങ്ങളുടെ മനസ്സിൽ മാത്രമാണ് തടസ്സമുള്ളത്. God has no barrier. ദൈവത്തിന് തടസ്സമില്ല. Resources are not limited. ദൈവത്തിന്റെ വിഭവങ്ങൾക്ക് ഒരു പരിധികളില്ല. Because our God is so rich. കാരണം നമ്മുടെ ദൈവം ധനാഢ്യനാണ്. I'll tell you a very beautiful story. ഞാൻ വളരെ മനോഹരമായ ഒരു കഥ പറയാം. How many of you have ever gone through our book Winner's Factory? നമ്മളുടെ വിന്നേഴ്സ് ഫാക്ടറി എന്ന പുസ്തകം എത്ര പേർ വായിച്ചിട്ടുണ്ട്? Even though it is for the students, അത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയതാണെങ്കിലും it can motivate anyone. അത് ആരെയും പ്രോത്സാഹിപ്പിക്കുന്നതാണ്. Some time ago, a steel merchant came to me and showed me from his bag, brother, I am reading Winner's Factory every day. He's a huge businessman. ഒരു സ്റ്റീൽ കച്ചവടക്കാരൻ ഒരിക്കൽ എൻ്റെ അടുക്കൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്ന് ഈ പുസ്തകം എടുത്തിട്ട് പറഞ്ഞു, ബ്രദർ, എനിക്ക് ഈ പുസ്തകം ഞാൻ വായിക്കുന്നു. I carry it everywhere. ഞാൻ എല്ലായിടത്തും ഈ പുസ്തകം കൊണ്ടുപോകും. Because when I started reading this book, ഞാൻ ഈ പുസ്തകം വായിച്ചു തുടങ്ങിയപ്പോൾ my business that time was going down. എൻ്റെ ബിസിനസ് താഴേക്ക് കുപ്പുകുത്തുകയായിരുന്നു. Some of the factories was closed down. എൻ്റെ ചില ഫാക്ടറികൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു. Many labor problems. ഒത്തിരി തൊഴിൽ പ്രശ്നങ്ങൾ. But I started reading this book. പക്ഷെ ഞാൻ ഈ പുസ്തകം വായിച്ചു തുടങ്ങിയപ്പോൾ The stories in the book started really inspire me. ഈ പുസ്തകത്തിലെ കഥകൾ എന്നെ ഉത്തേജിപ്പിക്കാൻ തുടങ്ങി. So wherever I go, I take a copy. എവിടെയൊക്കെ ഞാൻ സഞ്ചരിച്ചാലും ഈ ഒരു കോപ്പി എൻ്റെ കയ്യിലുണ്ടാവും. That was an inspiration to me. അത് എനിക്കും ഒരു പ്രോത്സാഹനമായിരുന്നു. In the Winner's Factory, we have given a story. ആ വിന്നേഴ്സ് ഫാക്ടറിയിൽ നമ്മൾ ഒരു കഥ ഇപ്രകാരം It's a കൊടുത്തിട്ടുണ്ട്. story of a medical student. ഒരു മെഡിക്കൽ സ്റ്റുഡന്റിന്റെ കഥ. His name is Roger Bannister. റോജർ ബാനിസ്റ്റർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. He's from UK. അദ്ദേഹം UK-യിൽ നിന്നാണ്. So he was into sports. അദ്ദേഹം കായിക രംഗത്തുണ്ടായിരുന്ന വ്യക്തിയാണ്. But for many centuries, people all over the world believed, especially the track and field experts, they believed that a human body can run a mile only with 4 minutes or more. ഇപ്രകാരമാണ് അന്ന് കായിക രംഗത്തുള്ള വിദഗ്ധർ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഏതൊരു മനുഷ്യന് ഓടി എത്തണമെങ്കിലും ഏറ്റവും കുറഞ്ഞത് 4 മിനിറ്റിനോ അല്ലെങ്കിൽ അതിന് മുകളിലോ വേണം. No one can break the record. ആ 4 മിനിറ്റിൽ താഴെ എന്ന രീതിയിൽ ആർക്കും ഓടാൻ പറ്റില്ല. Even the medical world believed that. ആ വൈദ്യശാസ്ത്ര രംഗത്തും In less than 4 minutes, no one can run a mile. ഒരു മൈല് 4 മിനിറ്റിന് മുമ്പ് ആർക്കും ഓടി തീർക്കാൻ പറ്റില്ല. But this young man, Roger Bannister, ഈ റോജർ ബാനിസ്റ്റർ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ, he did not believe this opinion. ഈ അഭിപ്രായം അവൻ വിശ്വസിച്ചില്ല. Hello.
He did not believe. അവൻ വിശ്വസിച്ചില്ല. He came to know that, but he just rejected it. അവന് ആ കാര്യം അറിയാമായിരുന്നു, പക്ഷെ അവനത് തിരസ്കരിച്ചു. In 1954 May, he broke that record. 1954 മെയ് മാസത്തിൽ അവൻ ആ റെക്കോർഡ് തകർത്തു. In 1954. 1954. Before 1964, that means in 10 years, അതിനുശേഷമുള്ള 10 വർഷത്തിനകത്ത് 336 people all over the world in many countries broke the record. അടുത്ത 10 വർഷത്തിനകത്ത് 336 ആളുകൾ പല രാജ്യത്തു നിന്നുള്ളവർ ആ റെക്കോർഡ് തകർത്തു. Then today more than 700 people broke the record. ഇന്ന് 700-ലധികം കായിക രംഗത്തുള്ളവർ ആ റെക്കോർഡ് തകർത്തിട്ടുണ്ട്. Why? എന്തുകൊണ്ട്? Because the barrier was only in the mind, not in the body. കാരണം ആ പരിധി ഉണ്ടായിരുന്നത് ശരീരത്തിലല്ല, മനസ്സിലായിരുന്നു. All people believed, no one can do that. എല്ലാവരും വിശ്വസിച്ചു, ആർക്കും അത് സാധിക്കില്ല. But this guy did not believe. പക്ഷേ ഈ ഒരു വ്യക്തി വിശ്വസിച്ചില്ല. When he broke the record, the mental barrier all over the world in sports arena was taken away. എന്നാൽ അവൻ ആ റെക്കോർഡ് ആദ്യമായി ഭേദിച്ചപ്പോൾ കായിക രംഗത്തുള്ള എല്ലാവരുടെയും മനസ്സിലെ തടസ്സം മാറിപ്പോയി. Hallelujah. Hallelujah. In the same way, അതുപോലെ തന്നെ maybe all believers are doing like this, believing like this, living like this. എല്ലാ വിശ്വാസികളും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഇങ്ങനെയാണ് ചെയ്യുന്നത്. But if you're willing to go beyond that, എന്നാൽ നിങ്ങൾ അതിന് അപ്പുറത്തേക്ക് പോകാൻ ശ്രമിച്ചാൽ you will be a history maker. നിങ്ങൾ ഒരു ചരിത്രം കുറിക്കുന്ന You will വ്യക്തിയായിരിക്കും. break the barriers. നിങ്ങൾ ആ തടസ്സങ്ങളെ മാറ്റും. The barriers are only in the mind, തടസ്സങ്ങൾ മനസ്സിൽ മാത്രമാണ്, not with God. ആ ദൈവത്തിനില്ല. God has no barriers. ദൈവത്തിന് ഒരു പരിധിയുമില്ല. Hallelujah. Hallelujah. Number 2. രണ്ടാമത്തേത് നിങ്ങൾ പോയിന്റ് എഴുതുക. One can never go beyond the barriers in his mind. ഒരാളുടെ മനസ്സിലെ പരിധിക്ക് അപ്പുറമായി ഒരാൾക്ക് പോകുവാൻ കഴിയില്ല. All of us, we have set a ceiling here. എല്ലാവരും നമ്മുടെ മനസ്സിനകത്ത് ഒരു പരിധി വെച്ചിട്ടുണ്ട്. You can never grow beyond that ceiling. നിങ്ങൾ വെച്ചിരിക്കുന്ന ആ മേൽക്കൂരയ്ക്ക് മുകളിലേക്ക് വളരുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. Suppose a student is thinking, I cannot score more than 80% mark. ഒരു വിദ്യാർത്ഥി ചിന്തിക്കുകയാണ്, എനിക്ക് 80% കൂടുതൽ മാർക്ക് നേടാൻ കഴിയില്ല. My IQ is only that. എൻ്റെ ബുദ്ധിയൊക്കെ അത്രയേ ഉള്ളൂ. God has created me like this. ദൈവം എന്നെ ഇങ്ങനെയാണ് സൃഷ്ടിച്ചത്. 80%. 80%, 60%. അല്ലെങ്കിൽ 60%. That is a barrier. അതൊരു പരിധിയാണ്. As long as you think like that, you can never cross that barrier. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന നാളുകൾ അത്രയും നിങ്ങൾക്ക് അത് മറികടക്കാൻ കഴിയുകയില്ല. And always remember one thing. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, the greatest wars are not world wars or star wars. ഈ ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധം എന്നത് ലോകമഹായുദ്ധമോ അല്ലെങ്കിൽ സ്റ്റാർ വാർസോ അല്ല. The greatest wars are fought in the mind. ഏറ്റവും വലിയ യുദ്ധം നടന്നിട്ടുള്ളത് മനസ്സിലാണ്. The mind is the battlefield. മനസ്സാണ് യുദ്ധക്കളം. 2 Corinthians chapter 10. 2 കൊരിന്ത്യർ 10 verses 4 and 5. അതിന്റെ 4-5 വചനം. For the weapons of our warfare are not carnal but mighty in God for pulling down strongholds. പോരാട്ടത്തിനുള്ള ഞങ്ങളുടെ ആയുധങ്ങൾ ജഡീകമല്ല, നേരെ മറിച്ച് കോട്ടകളെ തകർത്ത് കളയുവാൻ തക്ക ദിവ്യശക്തിയുള്ളതാണ്. Casting down arguments and every high thing that exalts itself against the knowledge of God, bringing every thought into captivity to the obedience of Christ. ദൈവ പരിജ്ഞാനത്തിനെതിരായി ഉയർന്നു വരുന്ന എല്ലാ വാദമുഖങ്ങളെയും ഉന്നത ഭാവങ്ങളെയും ഞങ്ങൾ ഇടിച്ചു കളയുകയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി ഏതു ചിന്തയെയും കീഴടക്കുകയും ചെയ്യുന്നു. Shout hallelujah. വലിയ ഹല്ലേലൂയ. ഈ സഹോദരിയുടെ പേര് സിൽജ. 2010 ഈ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞത്. വിവാഹത്തിന് ശേഷം 3 വർഷങ്ങൾ ഇവർക്ക് കുട്ടികളിലായിരുന്നു. ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്ന് ചെക്ക് ചെയ്തപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ കുഴപ്പങ്ങളൊന്നും കണ്ടില്ല. പക്ഷേ 3 വർഷം ഇവർ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പക്ഷേ 3 വർഷങ്ങളായിട്ട് അങ്ങനെ ആ കുട്ടികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. ഇവർ പറയുന്നത് 2013 ഇതേ ഹോളിൽ ഇവിടെ ബാംഗ്ലൂർ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ ഇവർ ഭാര്യയും ഭർത്താവും 2 പേരും വന്നിട്ട് ബ്രദറിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് പ്രാർത്ഥിച്ചു. 2013 2 പേരും ഉണ്ടായിരുന്നു. ബ്രദറിൻ്റെ അടുത്ത് വന്ന് കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് വന്ന് പ്രാർത്ഥിച്ചു. ഇവർ പറയുന്നത് അതിനുശേഷം 2ാമത്തെ മാസം ഈ സഹോദരി പ്രഗ്നൻ്റ് ആയി.
രണ്ടാമത്തെ മാസം പ്രഗ്നൻ്റ് ആയി. ഇപ്പം മകനുണ്ടായി. ഇപ്പോൾ ഏകദേശം 2 വയസ്സ് മകന് പ്രായമുണ്ട്. വളരെ നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കൊടുത്തു. അത് മാത്രമല്ല, ജനിച്ച് 2ാമത്തെ ദിവസം കുഞ്ഞിന് പെട്ടെന്ന് ബ്രീത്തിങ് ട്രബിൾ വന്നിട്ട് പെട്ടെന്ന് കുഞ്ഞിനെ NICUയിലേക്ക് കൊണ്ടുപോകേണ്ട വന്നു. പക്ഷെ അവർ ഉടനെ നമ്മുടെ കോൾ സെൻറ്ററിൽ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷെ ഇവർ പറയുന്നത് കൊണ്ടുപോയി വളരെ വേഗത്തിൽ തന്നെ കുഞ്ഞിൻ്റെ അസുഖം ഭേദമായി എന്ന് പറഞ്ഞവർ തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറയുന്നത്. 2 വർഷമായി കുഞ്ഞുണ്ടായിട്ട്. എന്നിട്ട് എന്താ ഇതിനു മുമ്പ് ഒന്ന് സാക്ഷ്യം പറയാൻ വൈകിപ്പോയെന്ന്? ഇല്ല, ഞാൻ ഇവിടെ വരുമ്പോൾ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നാട്ടിലാകുമ്പോൾ ഇവിടെ ആയിരിക്കും, അത് വരാൻ പറ്റി. ഇങ്ങോട്ടും മാറി കളിക്കുമായിരുന്നു. പക്ഷെ വൈകി സാക്ഷ്യം പറയുന്നതിന് പെനാൽറ്റി ഉണ്ട്. പിഴ അടക്കണം അല്ലേ? എത്ര രൂപ അടക്കണം? കൈകൾ നീട്ടി കുടുംബത്തെ അനുഗ്രഹിക്കും. കർത്താവെ, കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു, മോളെ അനുഗ്രഹിക്കുന്നു. ഇതേ ഹോളിൽ വെച്ച് കർത്താവ് ചെയ്ത അത്ഭുതമാണല്ലോ കർത്താവെ. അങ്ങനെയെങ്കിൽ ഇന്ന് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവർക്ക് ഇന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ കൈ ഉയർത്തി പിടിക്കും. ഇതേ ഹോളിൽ വെച്ച് അത്ഭുതങ്ങൾ നടക്കട്ടെ. അവരുടെ സാക്ഷ്യങ്ങൾ നാളുകൾ ഞങ്ങൾ കേൾക്കട്ടെ, ലോകം കേൾക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. UAE ഡെലിവറൻസ് ക്ലിനിക്. നല്ല വ്യക്തികളിൽ നിന്ന് നല്ല സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു നല്ല സമൂഹത്തിൽ നിന്നാണ് നല്ല രാഷ്ട്രങ്ങളും ജനതകളും ഉളവാകുന്നത്. ഒരു നല്ല വ്യക്തിയായി തീരുവാൻ നമുക്കാവശ്യമായത് ഒരു മാറ്റമാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പ്രത്യാശയുടെയും വിടുതലിന്റെയും പ്രകാശമാനമായ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ആ മാറ്റത്തിനായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു UAE ഡെലിവറൻസ് ക്ലിനിക് 2016. നവംബർ 28 മുതൽ ഡിസംബർ 1 വരെ 4 ദിവസങ്ങളിലായി. സ്പൈസി ലാൻഡ് റെസ്റ്റോറന്റ്, അബു ഷഗാര, ഷാർജ. സമയം വൈകിട്ട് 7 മുതൽ 10 വരെ. രജിസ്ട്രേഷനും മറ്റു വിവരങ്ങൾക്കുമായി വിളിക്കുക 05574155618, 05096732887. ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഡിസംബർ 2 വെള്ളിയാഴ്ച പ്രത്യേക ആരാധന വൈകിട്ട് 5 മുതൽ 7 വരെ അൽനാദ. വൈകിട്ട് 7:30 മുതൽ 9:30 വരെ വോയിസ് ഇന്റർനാഷണൽ മെയിൻ ഹാൾ, ജിജികോ മെട്രോ സ്റ്റേഷനു സമീപം, അൽ ഖരൂദ്, ദുബായ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴഞ്ചേരി നവംബർ 25 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. IPC പെനിയൽ ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം, കോഴഞ്ചേരി. ഈ പ്രാർത്ഥനാ സമയത്ത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ബൈബിൾ പറയുന്നു, ധൈര്യത്തോടെ അവൻ്റെ കൃപാസനത്തിലേക്ക് നമ്മൾ അടുത്ത് ചെല്ലുക. ഏതൊരവസ്ഥയിലും കർത്താവ് നമ്മളെ സ്വീകരിക്കും. ഈ സമയത്ത് കർത്താവെ, രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ, പ്രയാസത്തിലിരിക്കുന്നവരെ അങ്ങ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗമ്യ എന്നു പേരുള്ള ഒരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് കാണുന്നു. പ്രത്യേകമായ രോഗസൗഖ്യവും അപ്പോൾ തന്നെ മനസ്സിൽ ഒരു വലിയ സൗഖ്യവും, ഇത് രണ്ടും കർത്താവ് നൽകിയാണ്, ശരീരത്തിനും മനസ്സിനും. ഇൻ ദ നെയിം ഓഫ് ജീസസ്, സൗമ്യ ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ തോളലിന് എന്തോ സാരമായ തകരാറ് ബാധിച്ചൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് വലിയൊരു വിടുതൽ നൽകി അനുഗ്രഹിക്കുകയാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവിടെ വലിയ വിടുതൽ കൽപ്പിച്ചതിനാൽ നന്ദി പറയുന്നു. ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. ശ്വാസകോശങ്ങൾ സൗഖ്യമാകട്ടെ, ഹാർട്ട് സൗഖ്യമാകട്ടെ, കിഡ്നികൾ സൗഖ്യമാകട്ടെ, ഗോൾ ബ്ലാഡറിലുള്ള സ്റ്റോണുകൾ വെളിയിലേക്ക് പോട്ടെ, കിഡ്നി സ്റ്റോണുകൾ യേശുവിൻ്റെ നാമത്തിൽ വെളിയിലേക്ക് പോട്ടെ. വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഭാര്യ ഭർത്താക്കന്മാർ ഈ സമയത്ത് അടുത്തടുത്തുണ്ടെങ്കിൽ കൈകൾ കോർത്തു പിടിക്കുക ഐക്യതയോടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരത്ഭുതം ഈ ദാമ്പത്യ ജീവിതത്തിൽ അങ്ങ് കൽപ്പിക്കുന്നതിനാൽ നന്ദി. മക്കളെ നൽകണമേ. ഭാര്യ ഭർത്താക്കന്മാർ 2 സ്ഥലങ്ങളിലാണെങ്കിൽ അതത് സ്ഥലങ്ങളിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവെ, അവരുടെ ജീവിതത്തിലും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണമേ ഇൻ ജീസസ് നെയിം. ദീർഘനാൾ പുകവലിച്ചത് നിമിത്തം ഇന്ന് ബുദ്ധിമുട്ടുകൾ
അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില സഹോദരന്മാരെ കർത്താവ് ഈ സമയത്ത് വിടുതൽ നൽകുകയാണ്. അവർക്ക് വിടുതൽ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. അതുപോലെ യൂറിനറി പ്രോബ്ലംസ് കർത്താവ് സൗഖ്യമാക്കുന്നു. പൈൽസ് രോഗത്തെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഞാൻ ഈ പറയാത്ത മറ്റെന്തെങ്കിലുമാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയമെങ്കിൽ സ്ക്രീനിലേക്ക് 2 കൈകളും നീട്ടിപ്പിടിക്കുക. കർത്താവെ, അങ്ങയുടെ വലിയ വിടുതൽ ഓരോ വ്യക്തികൾക്കും കർത്താവ് പകരുന്നതിനാൽ നന്ദി പറയുന്നു. ഇൻ ജീസസ് നെയിം. ചില ഓപ്പറേഷനുകൾ, സർജറികൾ മാറിപ്പോകുന്നു. കർത്താവ് കൊടുക്കുന്ന വിടുതലുകൾക്കായി നന്ദി. ഏത് വിഷയത്തിലും സൗഖ്യം വിടുതൽ കൽപ്പിക്കണമേ. ഇൻ ജീസസ് നെയിം. ആമേൻ. ഈ ആഴ്ചയിൽ വെള്ളിയാഴ്ച കോഴഞ്ചേരിയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നു. അന്ന് തന്നെ വൈകിട്ട് കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിൽ ബ്ലെസ്ഡ് നൈറ്റ് വിജിൽ, അന്ന് രാത്രിയിൽ ദീർഘമണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രാർത്ഥന. അതിലേക്ക് അകലെയാണെങ്കിൽ പോലും യു ക്യാൻ കം. നേരത്തെ വരിക. രാവിലെ നിങ്ങൾക്ക് മടങ്ങാം, അല്ലെങ്കിൽ കഴിയുമ്പോൾ തന്നെ സ്വന്തം വാഹനങ്ങളുള്ളവർക്ക് മടങ്ങാം. ഒരു രാത്രി പ്രാർത്ഥനയിൽ അനേകരുടെ വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഫോണിൽ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ പറയാം, ഇമെയിലുകൾ അയക്കാം, വാട്സപ്പ് മെസ്സേജുകൾ അയക്കാം. ആ പ്രാർത്ഥന വിഷയങ്ങൾക്കെല്ലാം വേണ്ടി നമ്മൾ അന്ന് രാത്രി പ്രാർത്ഥിക്കും. ബട്ട് ട്രൈ ടു കം ആൻഡ് അറ്റൻഡ് ദിസ് നൈറ്റ് വിജിൽ. ദാറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട ബ്രേക്കിംഗ് ബാരിയേഴ്സ്, തടസ്സങ്ങളെ തകർക്കുക എന്ന പുസ്തകം ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിക്കാം. ഇതിനുമുമ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് ഓഫീസ് ടൈമിൽ വിളിക്കുക, വെബ്സൈറ്റ് സന്ദർശിക്കുക. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സീ ടുമോറോ. ബൈ.